ഇല്ല, കേരള സർക്കാർ കണ്ടില്ലേ, വളരെ മോശമായ ഭരണമാണ്. അവിടെ ഇനി ഭരിക്കണമെന്നാണ് കാര്യം. മൊത്തം നശിച്ച് നാശകോട്ടായി പോകണമെന്നല്ല, പിന്നെ ഇനി ഒരിക്കലും ഉണ്ടാകും. മാറ്റം കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു കാട്ടിന് ആഭരണം കൂടി ചെയ്താൽ തരാം. എനിക്ക് ഇതൊരിക്കലും നേട്ടം ഉണ്ടായിട്ടില്ല. കിട്ടുന്നവര് അവരെ കീശയിലാക്കാനല്ലേ നോക്കുള്ളൂ. നാട്ടുകാരെ നന്നാക്കേണ്ട ഒരു വഴിയില്ല. ഇനി നടക്കാനും പോകണം. മന്ത്രി എന്തെങ്കിലും നേട്ടങ്ങൾ ചെയ്യണുണ്ടോ? ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഒന്നും ചെയ്യണില്ലല്ലോ. തമിഴ്നാട്ടിലെ മന്ത്രി എന്തെല്ലാം ചെയ്യണം ഓരോ അനുകൂലങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി. ഇയാൾ എന്തോന്ന് ചെയ്യണം? ഒന്നും ചെയ്യണം. ഏതൊരു മന്ത്രിമാരാണെങ്കിലും അവർ ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായി ചെയ്യണം. കെ.ബി. ഗണേഷ് കുമാർ പുതിയ ഗതാഗത മന്ത്രി. നഷ്ടത്തിലായ ഗതാഗത വകുപ്പ് ലാഭത്തിലാകുമോ? ഏറെ പ്രതീക്ഷകളുമായി പൊതുജന അഭിപ്രായങ്ങളിലേക്ക്. പുതിയ ഗതാഗത മന്ത്രി ഇന്നലെ അധികാരത്തിലേറി. അപ്പോൾ നമ്മുടെ അവസ്ഥ ഗതാഗതം ആകെ താറുമാറായി കിടന്ന ഒരു അവസ്ഥയിലാണല്ലോ. അപ്പോൾ പുതിയ മന്ത്രിയിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷിക്കാം. അല്ല, പുള്ളി ഒരുപാട് ഐഡിയ ഉള്ള ആളാണ്. മുമ്പൊരു ഗതാഗത മന്ത്രിയായിരുന്ന ഒരാളും കൂടെയാണ്. അതെ, പ്രതീക്ഷിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴല്ലേ കേരള സർക്കാർ കണ്ടില്ലേ, വളരെ മോശമായ ഭരണമാണ്. കഴിഞ്ഞ 5 വർഷം കുഴപ്പമില്ലായിരുന്നു. ഇപ്പം തുടർ ഭരണത്തിൽ മോശമാണെന്നാണ് പറയുന്നത്. പിന്നെ മോശം അവിടെ ഇനി ഭരിക്കണമെന്നാണ് കാര്യം. മൊത്തം നശിച്ച് നാശകോട്ടായി പോകണമെന്നല്ല, പിന്നെ ഇനി ഒരിക്കലും ഉണ്ടാവരുത്. അപ്പോൾ ഇതോടുകൂടി തീരുന്നു. തീർന്ന് ഇനിയിപ്പോൾ തീരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു മാർക്സ് പാർട്ടിക്കാരനാണ്. പക്ഷേ ഗതികെട്ട് പറയാം, എൻ്റെ വീട് കഴക്കൂട്ടമാണ്. കിഴക്കും പോകാമെന്ന് പറയാം, അവിടെയാണ് ഞാൻ. എന്നാലും ഇപ്പോൾ അത് പാർട്ടിയിൽ നിന്ന് വരെ മാറിക്കളഞ്ഞു. വർഷകാലം കൊണ്ട് വലിയ നിരാശയിലാണ്. നമ്മളെ കുടുംബം മൊത്തം മാർക്സ് പാർട്ടിയാണ്. കാട്ടായിക്കുളമൊക്കെ നമ്മളെ ബന്ധുക്കളാണ്. പാർട്ടിയുടെ കോട്ടയാണ്. അവിടെയൊക്കെ ഉള്ള ബന്ധുക്കളാണ് അത്രയും. അവർ തന്നെ സഹിയായിട്ടിരിക്കുകയാണ്. പിന്നെ ഭരണം അതേ കണക്ക് ഇനിയിപ്പോൾ പുതിയ പരിഷ്കാരങ്ങളൊന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കില്ല. ഉറപ്പ്. ഇന്നും ഒരു രക്ഷയില്ല. പോയി അച്യുതാനന്ദ ഭരിച്ചപ്പോൾ പിന്നും ഒരുവിധം കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രശ്നമല്ല. ഇയാൾ വന്നതിൻ്റെ അന്നോട്ടേ ഇത് നവകേരള എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ, ഉള്ള പൈസ എത്ര പേര് ഇപ്പോഴും പിരിച്ചായിട്ട് തെണ്ടിക്കൊണ്ട് നടക്കുന്നത്. നമ്മളെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം ശരിക്കും പേര്. ഒരു നിവൃത്തിയില്ല. ഒരു ഓണക്കിറ്റ് കിട്ടാന്ന് അതുപോലും കിട്ടിയില്ല. ക്രിസ്മസിന് ഒരു ഉപയോഗമില്ല. കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റ് പിന്നെ ഇല്ല, ഒന്നുമില്ല. എല്ലാം നശിപ്പിച്ച്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടം കണ്ടില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ KSRTC ബസ്സുകളെടുത്തിട്ട് 10 രൂപയ്ക്ക് ബസ് ഇറക്കുന്നത്, അതിനും നഷ്ടമെന്ന്. അവർക്ക് ശമ്പളമില്ല. നമ്മളെ ഈ 10 രൂപയുടെ ബസ് വന്നതിന് ശേഷം ഓട്ടോ തൊഴിലാളികളൊക്കെ കുറേ പരാതി പെട്ടുപോയി. അവർക്ക് ഓട്ടോ ഇല്ല. അവർക്ക് ഓട്ടോ ഇല്ലയെന്ന് വെച്ചാൽ ഓട്ടോക്കാർ മൊത്തത്തിൽ കഷ്ടതയില്ല. നമ്മൾ കാണുന്നുണ്ട് ഇഷ്ടം പോലെ. ഞാനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഞാനിപ്പോൾ ഒരു വീട്ടിൽ ഡ്രൈവറായിട്ട് ഇപ്പോൾ പോവുകയാണ്. ഞാൻ നിർത്തി. എൻ്റെ 51 വയസ്സായി. ഞാൻ 16-17 വയസ്സിൽ ഓട്ടോ ഓടാൻ തുടങ്ങിയത്. ഇപ്പം ഗതിയില്ലാത്തതുകൊണ്ട് നിർത്തി ഒരു വീട്ടിൽ ഡ്രൈവറായിട്ട് പോകുന്നതാണ്. കൂലിക്ക് ഡ്രൈവറായിട്ട് പോകുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തന്നെ, ഒരു രക്ഷയില്ല. ഇനി നോക്കണ്ട. ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എനിക്ക് വകയുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം LDF ഗവൺമെൻറ്റാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. പുതിയ മന്ത്രിയിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? മന്ത്രി ഒരു ഇതിൻ്റെ ഭാഗമാണല്ലോ ഗവൺമെൻറ്റിൻ്റെ. അതെ, പ്രതീക്ഷ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. KSRTC പഴയ മന്ത്രി ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം KSRTCയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ പെൻഷനും കാര്യങ്ങളും. അതും മാത്രമല്ല യൂണിയൻ്റെ ഇടപെടലും കാരണം സ്വിഫ്റ്റ് പോലുള്ള പുതിയ പദ്ധതികൾ. കാരണം സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്കതും പ്രൈവറ്റ് ബസ്, അതേപോലെ കുറേ പദ്ധതികൾ കൂടെ വരണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും റോഡും ട്രാഫിക്കും കൂടെ ഒന്ന് നന്നായാലേ ഇതിൽ കൂടെ ഒരു പുരോഗമനം വരും. ഒന്ന് ഗതാഗത വകുപ്പ് എന്ന നിലയിൽ കെ.ബി. ഗണേഷ് കുമാർ അതിലും കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങേര് പണ്ട് മന്ത്രിയായിട്ടിരുന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ടിട്ട് ഒരു ശുഭാപ്തി. പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തന്നെ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് വലിയ ഐഡിയാസ് പുള്ളിക്ക് ഉണ്ടെന്നാണ് ഈ പൊതുഗതാഗതത്തിനെ മെച്ചപ്പെടുത്താൻ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ എന്ത് ചെയ്യാൻ വന്നാലും തടസ്സപ്പെടുത്തുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതിനെ അതിജീവിക്കാൻ പുള്ളിക്ക് കഴിയണം എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. അതെ, അതെ, മാറ്റം കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സിനിമാ നടൻ കൂടിയായ ഗണേഷ് കുമാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. നമ്മളെ പുതിയ ഗതാഗത മന്ത്രിയിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ട്. ഒരുപാട് ബസ്സൊക്കെ വിടുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കോളനി ഉള്ളതാണ്.
വലിയ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. നേട്ടമുണ്ടാവും. ഞാനൊരു കാട്ടിന് ആപറേഷൻ കൂടെ ചെയ്തെന്ന് പറയാം, എനിക്ക് ഇതുവരെയ്ക്കും ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. എവിടെയെല്ലാം വിടുന്നുണ്ട് അവിടെ വിടുന്ന പടിയിൽ കിടന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രവർത്തകനാണ്. അല്ല, ഈ പൊതുവെ KSRTCയും പൊതുഗതാഗതവും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് പോയത് ഒരു കാലഘട്ടമാണ്, അറിയാമല്ലോ. ശമ്പളമില്ല, പെൻഷനില്ല. അപ്പോൾ ഇതിൽ പുള്ളിക്ക് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ? പുള്ളി നല്ല ഭരണം കാഴ്ച വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ എല്ലാവരെ പോലെയും തന്നെ കിട്ടുന്നവർ അവരെ കീശയിലാക്കാനല്ലേ നോക്കുള്ളൂ. ഒന്നും നാട്ടുകാരെ നന്നാക്കേണ്ട ഒരു വഴിയില്ല. അതിന് നടക്കാനും പോണില്ല. നേട്ടം ഉണ്ടാവണമല്ലോ, പാവങ്ങളല്ലേ അവരും. അപ്പോൾ അവർക്ക് ആ പൈസകൾ കൊടുക്കണ്ടേ? അപ്പോൾ ഇവർ ചെയ്തില്ലെങ്കിൽ വരണവരത് ചെയ്യണം. എനിക്ക് ഒരുപാട് ഐഡിയ ഉള്ള ഒരാളാണ്. മുൻപ് UDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ്, അഴിമതിക്കാരനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഈ ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വലിയ തകർച്ചയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എങ്കിലും പുള്ളിയുടെ ഐഡിയ പ്രാവർത്തികമാക്കി ചെയ്യാൻ പറ്റുമോ? എന്തോന്ന് സാമ്പത്തിക തകർച്ച, സാമ്പത്തിക തകർച്ച അവർക്ക്? ഇവർ എന്ന് ഈ കടമെന്ന് പറഞ്ഞാൽ ഇവരെ മന്ത്രി എന്തെങ്കിലും നേട്ടങ്ങൾ ചെയ്യുന്നുണ്ടോ? ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യണില്ലല്ലോ. തമിഴ്നാട്ടിലെ മന്ത്രി ചെയ്യണല്ലോ, ഓരോ അംശങ്ങൾ ചെയ്യണില്ലല്ലോ. തമിഴ്നാട്ടിലെ മന്ത്രി എന്തെല്ലാം ചെയ്യണം, ഓരോ ആനുകൂല്യങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി. ഇയാൾ എന്തോന്ന് ചെയ്യണം? ഒന്നും ചെയ്യുന്നില്ല. മിക്ക പാവങ്ങൾക്കും ഇപ്പം പെൻഷൻ കൊടുക്കണം. ഇന്ന് 1 മാസം ഉണ്ടെങ്കിൽ 2 മാസമല്ല. അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പാവങ്ങൾക്ക്. ഞാൻ പറഞ്ഞപ്പോൾ ഗണേശ് കയറ്റുണ്ടെങ്കിൽ അത് ചെയ്യണം. പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്കുണ്ട്, എന്നിലുണ്ട്. പക്ഷേ അത് നല്ലൊരു മനുഷ്യനാണ്, അത് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലുണ്ട്. പക്ഷേ ആ പയ്യൻ ചെയ്തിരിക്കണം. അതാണ് നമുക്കൊരു നേട്ടം, ഒരു പ്രതീക്ഷ നേട്ടം. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഉപകരിക്കണം. എന്നാലേ അവരോട് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തിനു ഭരിക്കാൻ കാരണം ഉണ്ടായിരുന്നോണം. നേട്ടം ഉണ്ടാകുന്ന അവർ ഇനി വർക്ക് ചെയ്യുമ്പോഴല്ല അറിയത്തുള്ളൂ. പിന്നെ മീൻസ് വ്യക്തിപരമായിട്ട് പറയുന്നില്ല, ഏതൊരു മന്ത്രിമാരാണെങ്കിലും അവർ ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായി ചെയ്യണം. പ്രത്യേകിച്ച് ഓരോ സാഹചര്യം വ്യത്യസ്തമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ്സ്, പോസിറ്റീവ്സ്, പിന്നെ എല്ലാ വർഷവും ഒരേപോലെ ആയിരിക്കില്ല. അതെ, എല്ലാ സെക്ടേഴ്സും നോക്കണം. എന്തുകൊണ്ടാണ് ട്രഷറി പൈസ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ഭാഗം കുറയ്ക്കണം, കൂട്ടണം, എല്ലാം അനാലിസ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് പഠിച്ച് അതിനായിട്ട് ഇപ്പം അതാണല്ലോ ഓരോ ഇഷ്യൂ ആണല്ലോ. ഇപ്പോൾ KSRTC മാത്രമല്ല, ചില ഭാഗങ്ങളിലൊക്കെ ശമ്പളത്തിൻ്റെ പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന ഒരു വിശദമായൊരു പഠനം വേണം. വെറുതെ അങ്ങനെ ഇതാണെന്ന് പറയരുത്. നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് പഠിച്ച് ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ടുവരണം, മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ എല്ലാവരുടെയും അത് തന്നെയല്ല നോക്കാം. അതിലൂടെ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളൊരു പേഴ്സണ് നമ്മൾ ഇന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഇതാണെന്നല്ലാതെ നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. പൊളിറ്റിക്കലി ന്യൂട്രലായിട്ട് എന്താണ് പ്രശ്നം, എവിടെയാണ് കറപ്ഷൻ, എല്ലാം മനസ്സിലാക്കി വിശദമായിട്ട് പഠിക്കും. കാര്യത്തിൽ നമുക്കൊരു പ്രതീക്ഷ വെക്കാം. എല്ലാവരുടെയും ഒരു പ്രതീക്ഷ വെക്കുന്നത് നല്ലതാണല്ലോ. പൊതുഗതാഗതവും KSRTCയും രക്ഷപ്പെടുമെന്ന് ഒരു വിഭാഗം, എന്നാൽ സാമ്പത്തിക കടക്കെണിയിൽപ്പെട്ട് വീണ്ടും ദുരിതത്തിലാകുമെന്ന് മറ്റൊരു വിഭാഗം. KB ഗണേഷ് കുമാറിൽ ഏറെ പ്രതീക്ഷകൾ വെച്ചാണ് ജനം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.